താൻ മാത്രം പറഞ്ഞാൽ മതിയോ? പാർക്കർ പേരെ എന്നാ കണ്ടുപിടിച്ചത് തനിക്കറിയോ? കമ്പനി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് അവർ പേരെ കണ്ടുപിടിച്ചത് അറിയോ? തനിക്ക് ഇനി ചരിത്രം അറിയണോ? രണ്ടാം ലോക മഹായുദ്ധം അന്ന് ഹിറ്റ്ലർ ചത്തു. അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേരുണ്ടാ? പാർക്കറും ഉണ്ട്. അതും ആ പേര് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട്. ആരോടാ ഈ തർക്കിക്കണേ? അതും ഒരു തഹസിൽദാരായിരുന്നേ എന്നോട്. പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ കാട്ടിയും വലുത്. മനസ്സിലായ? ആ ശരി. പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എന്ത്? പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന്? പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം? ഷീഫറാണെന്ന് പറഞ്ഞാൽ അച്ഛനെന്താ പ്രശ്നം? അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെയെങ്കിലും വല്ല മത്സരം നടന്നിട്ടുണ്ടോ? അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന്? ഞാൻ നിന്നെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. തഹസിൽദാരായിരുന്നടാ, മനസ്സിലായ? അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ല. ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ? അത് കൊള്ളാം. അത് കൊള്ളാം. കൊള്ളാം. നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസിയുയിൽ വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും. അല്ലേ? എന്നിട്ട് അതിലൊരു മകളുണ്ടാകുന്നു. ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ അല്ലേ? കൊള്ളാം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അച്ഛനും മക്കളെ സ്നേഹിച്ചെന്ന്. 3 മാസം എന്റെ ഷെബിമോനകത്ത് കടന്നത്. അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നിനക്ക് എന്തറിയടാ? 3 മാസം 3 മാസം വെറും 3 മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ? കൊള്ളാം. ടീച്ചറും കൊള്ളാം, തഹസിൽദാരും കൊള്ളാം. മകൻ വെന്തളിഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? കൊള്ളാം. എന്റെ ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ? കൊള്ളാം കൊള്ളാം. എന്നാലും അതെങ്ങനെ സാധിച്ചു? അന്നവന് നല്ല പവറായിരുന്നില്ലേ? ഒറ്റയടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. സ്വന്തം മകൻ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? ആ, എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എനിക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറ്. വേണോ ചാ?
നോക്കി. ശരി അച്ഛാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ, നമുക്ക് മാറാം. സൂപ്പർ ഫ്ലാറ്റ്. പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെന്നെ വിളിക്കാൻ മടിക്കല്ലേ, ഞാൻ ഓടി വരും. അത് പിന്നെ നിനക്കവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ, ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂരം അങ്ങ് ഓടി എത്തുക എന്നൊക്കെ പറഞ്ഞു. ഹേയ്, സാരല്ല, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിക്കാം അല്ലേ? ആ, നീ എന്തായാലും ചോദിച്ചല്ലോ. സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഹേയ്. എടാ, എങ്ങനെ പോകുന്നു ഫിനോയിലെ? നീ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോ സാമാന്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ആ, അടിപൊളി. നീ ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ, വിളിക്കണം. ആ, വിളിക്കാം. അപ്പൊ എന്നാ അമ്മയച്ചാ പോയിട്ട് വരാം. ശരി. ശരിടാ. നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമ്മേ. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. അച്ഛനും അമ്മ ഇന്നത്തെ ടാബ്ലറ്റ്സ് കഴിക്കാത്ത? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, വരുമ്പോൾ കഴിച്ചാൽ പോരെ. ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ്സ്. പിടിക്ക്. അതെ, അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള്, മനസ്സിലായോ? മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഞാനൊരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരല്പ കുറവുണ്ട്. മോനെ ബിനു, എനിക്കിനി അധിക കാലമില്ല. മരിക്കും മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം, അതും 10 ആളെ വിളിച്ചു കൂട്ടി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ അതിനെതിര് പറയരുത്. ഒരു പെൺകുട്ടി ഇറക്കിയുള്ള പാട് നിനക്കറിയില്ലാത്തതുകൊണ്ടാ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? കുറച്ച് വെള്ളം എടു. വേണോ?